السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം എന്നോണം സൂറത്തുൽ മുൽക്ക് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. രാത്രി ഓതേണ്ട മറ്റൊരു സൂറത്തായി പഠിപ്പിക്കപ്പെട്ടതാണ് സൂറത്തു സജ്ദ. അപ്പം അതാണ് ഇനി നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളത്. അപ്പോൾ സൂറത്തു അസ്സജ്ദ, ഈ സൂറത്ത് രണ്ട് പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. സൂറത്തു സജ്ദ രണ്ട് പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ഒന്ന് സൂറത്തു സജ്ദ എന്ന പേരിൽ തന്നെയാണ്. രണ്ടാമത്തേത് അതിൻ്റെ ആയത്തിനെ പറഞ്ഞുകൊണ്ടാണ് പേര് പറയുന്നത്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞിട്ടാണ് സൂറത്ത് എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലിഫ് ലാം മീം തൻസീൽ അസ്സജ്ദ, അലിഫ് ലാം മീം തൻസീൽ അസ്സജ്ദ എന്നാണ് രണ്ടാമത്തെ പേര്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യഖറഉ ഫിൽ ജുമുഅത്തി ഫീ സ്വലാത്തിൽ ഫജ്ർ അലിഫ് ലാം മീം തൻസീലു അസ്സജ്ദ വഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ. അപ്പോൾ എല്ലാ ജുമുഅക്കും ഏതൊക്കെ സൂറത്ത് ഓതാറുള്ളത്? ആദ്യത്തെ റക്അത്തിൽ സൂറത്തു സജ്ദ, രണ്ടാമത്തെ റക്അത്തിൽ അൽ ഹതാ അലൽ ഇൻസാൻ, സൂറത്തുൽ ഇൻസാൻ എന്ന സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. സുബഹിക്ക് വെള്ളിയാഴ്ച സുബഹിക്ക. അപ്പോൾ രണ്ട് ശ്രേഷ്ഠതകളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സൂറത്തുൽ മുൽക്കും സൂറത്തു സജ്ദയും ഓതാതെ കിടന്നുറങ്ങാറുണ്ടായിരുന്നില്ല, ഒന്നാമത്തെ ശ്രേഷ്ഠത. രണ്ടാമത്തെ ശ്രേഷ്ഠത, ജുമുഅ ദിവസം വെള്ളിയാഴ്ച രാവിലെ സുബഹിക്ക് തയ്യാറുണ്ടായിരുന്നു സൂറത്തു സജ്ദയും അതേപോലെ സൂറത്തുൽ ഇൻസാനും പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഈ സൂറത്ത് അവതീർണമായിട്ടുള്ളത് മക്കയിലാണ്. സൂറത്ത് അവതരിച്ചിട്ടുള്ളത് മക്ക കാലഘട്ടത്തിലാണ്. നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ്, മക്കയിൽ സൂറത്ത് അവതരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന വിഷയത്തിലായിരിക്കും സൂറത്തിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങളായിട്ടുണ്ടാവുക. മദീനയിൽ അവതരിച്ചാലാണ് അഹ്കാമുകളായിരിക്കും അധികവും അഹ്കാമുകളും അതേപോലെ തന്നെ അങ്ങനെ വിധികൾ ഇങ്ങനെ പറഞ്ഞു പോകലായിരിക്കും. അപ്പോൾ ഈ സൂറത്തിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വിഷയങ്ങളാണ്. ഒന്നാമത്തേത്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൂറത്ത് നമുക്ക് വരച്ചു കാട്ടുന്നുണ്ട്. അള്ളാഹു ആണ് ഈ പ്രപഞ്ചത്തെ എല്ലാം പടച്ചത് എന്നും ആ അള്ളാഹുവിലേക്ക് എല്ലാവരും അടങ്ങിപ്പോവുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എന്താണോ അവർ ചെയ്തു വെച്ചത് അതിനുള്ള പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത്, വിശുദ്ധ ഖുർആനിൻ്റെ പ്രാധാന്യം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നാണ് എന്നൊരു തീർച്ചപ്പെടുത്തൽ ഈ സൂറത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് സൂറത്തിൻ്റെ വിഷയങ്ങളുള്ളത്. ആദ്യത്തെ ആയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് രണ്ട് ആയത്ത് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. ആദ്യത്തെ ആയത്ത് അലിഫ് ലാം മീം, ഇതാണ് ഒന്നാമത്തെ ആയത്ത്. അപ്പോൾ ഈ ആയത്തിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതിലേറ്റവും അടിസ്ഥാനപരമായതും ഏറ്റവും ശരിയായതും അലിഫ് ലാം മീം എന്നത് കേവല അക്ഷരങ്ങളാണ്, ഹർഫുകളാണ്. ബ ത എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയുള്ള ഹർഫുകളാണ് അലിഫ് ലാം മീം. അതേപോലെ തന്നെ ഇത് അറബികൾക്കുള്ള ഒരു വെല്ലുവിളിയാണ്. ഈ ആയത്ത് കാണുന്ന ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം അവർ കരുതേണ്ടത് ഇത് അവർ സംസാരിക്കുന്ന ഭാഷയിലുള്ള ഖുർആനാണ്. ഇതുപോലൊരു ഖുർആൻ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ ആ വെല്ലുവിളിക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ആയത്ത് എന്ത് ചെയ്യുന്നത്? കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നത്. ഇത് വെറും അക്ഷരങ്ങളാണ്. നിങ്ങൾ എന്ത് സംസാരമാണോ സംസാരിക്കുന്നത്, ഏത് ഭാഷയിലാണോ സംസാരിക്കുന്നത്, ആ ഭാഷയിലാണ് ഈ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾ വലിയ ഭാഷാ നൈപുണ്യന്മാരാണ് എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് കൊണ്ടുവരാൻ പറ്റണം എന്നൊരു വെല്ലുവിളിയാണ് ഇതിലുള്ളത്. ഇനി ഇതിൻ്റെ മറ്റു ചില അഭിപ്രായങ്ങളായിട്ട് പറയപ്പെടുന്നത് ഈ അലിഫ് ലാം മീം എന്നിങ്ങനെ ഒരുപാട് സൂറത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിൽ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത്, ഒന്നാമത്തേത് ഇത് സൂറത്തിൻ്റെ പേരുകളാണെന്നാണ്. അത് അഭിപ്രായമായിട്ട് മനസ്സിലാക്കിയാൽ മതി, എന്നാണ്. സൂറത്തിൻ്റെ പേരുകളാണ് എന്ന് പറഞ്ഞു വെച്ച ആളുകളുണ്ട്. അല്ല, അത് അള്ളാഹുവിൻ്റെ പേരുകളാണ് എന്നും പറഞ്ഞു വെച്ച ആളുകളുണ്ട്. ഇപ്പം അലിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിനെയാണ്. ലാമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ലത്തീഫാണ്. മീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു മജീദാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്, ഇങ്ങനെ പറഞ്ഞു വെച്ച ആളുകളുണ്ട്. അതിൽ ശരിയായ നിലപാട് എന്നുള്ളത് കേവല അക്ഷരങ്ങളാണ്. അത് അറബികൾക്കുള്ള വെല്ലുവിളിയായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പറയപ്പെട്ടിട്ടുള്ളത്. അപ്പം അഭിപ്രായങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാലുള്ള മെച്ചം ഒരാൾ നമ്മോട് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതിൽ വസ്തുത ഇതാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് 14 അക്ഷരങ്ങളാണ് ഈ രൂപത്തിൽ വന്നിട്ടുള്ളത്. ഈ ഫസ്റ്റ് തുടങ്ങുന്ന അക്ഷരങ്ങൾ ഉണ്ടല്ലോ, ഇപ്പം അലിഫ് ഒരു അക്ഷരം, ലാമ്, മീം എന്നിങ്ങനെ 14 അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത്. ആ 14 അക്ഷരത്തെ ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് നസ്സുൻ, നൂന് സ്വാദ്, നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർറുൻ. ഇതിലെന്തുണ്ട്? ആ വന്ന 14 അക്ഷരങ്ങളുണ്ട്. നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർറുൻ. ഇതിൽ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. ഇപ്പോൾ കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഇതിൽ വന്നിട്ടുണ്ട്. അലിഫ് ലാം മീം സ്വാദ്, ഇതിൽ വന്നിട്ടുണ്ട്. അലിഫ് ലാം റ, അതും ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 14 അക്ഷരങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തുടങ്ങിയിട്ടുള്ളത്. 14 അക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞു വെക്കുന്നത്, വലം യുജ്മിഉൽ ഉലമാഉ ഫീഹാ അലാ ശൈഇൻ മുഅയ്യൻ വഇന്നമാ ഇഖ്തലഫു ഫമൻ വഹറ ലഹു ബഅദുൽ അഖ്വാൽ ബിദലീൽ ഫഅലൈഹി ഇത്തിബാഉഹു വഇല്ലാ ഫൽവഖ്ഫു ഹത്താ യതബയ്യന ഹാദാ മഖാമുൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച അതേ നിലപാടാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നത്. ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്, എന്നാൽ അതിൽ ഏറ്റവും സ്വീകാര്യമാകുന്ന അഭിപ്രായങ്ങൾ, തെളിവിന് അടിസ്ഥാനത്തിൽ കാണുന്ന അഭിപ്രായം ഏതാണോ അതാണ് എന്ത് ചെയ്യേണ്ടത്? സ്വീകരിക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അലിഫ് ലാം മീം എന്നൊക്കെ തുടങ്ങുന്ന സൂറത്തുകളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം സാധാരണ പറയാറുള്ളത് ഖുർആനെ കുറിച്ചാണ്. അലിഫ് ലാം മീം എന്നിങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ഖുർആനെ കുറിച്ചാണ് പറയാം. രണ്ടാമത്തെ സൂറത്തുൽ ബഖറ, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അപ്പോൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? വിശുദ്ധ ഖുർആനെ കുറിച്ചാണ്. ഇവിടെയും അതേപോലെയാണ്. അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അപ്പോൾ തൻസീലുൽ കിതാബ്, ഈ ഗ്രന്ഥത്തിന്റെ അവതീർണം. തൻസീൽ എന്ന് പറഞ്ഞാൽ അവതരിക്കൽ. അൽ കിതാബ് എന്നോട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ അവതരണം ലാ റൈബ ഫീഹി, അതിലെന്തില്ല? യാതൊരു സംശയവുമില്ല. മിർ റബ്ബിൽ ആലമീൻ, ആരിൽ നിന്നാണ്? ലോകരുടെ രക്ഷിതാവിൽ നിന്നാണ്. അപ്പൊ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് പ്രവാചകനിൽ നിന്നല്ല, മറ്റു ആളുകൾ ചമച്ചുണ്ടാക്കിയതല്ല, മറിച്ച് എന്താണ്? ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് ഇറക്കിയിട്ടുള്ളത്. ആരാണ് ആ ഖുർആനുമായി ഇറങ്ങിയത്? നസല ബിഹി അർറൂഹുൽ അമീൻ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. വബിൽ ഹഖ് അൻസൽനാഹു വബിൽ ഹഖ് നസൽ, സത്യം കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്.
അപ്പോൾ ഈ നസല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറങ്ങാന്നാണ്. ഇറങ്ങൽ എവിടുന്ന ഇറങ്ങല്? താഴെന്നാണ് ഇറങ്ങല്? അല്ല, മോളിൽ നിന്നാണ് എന്ത് ചെയ്യുക? ഇറങ്ങുക. അപ്പൊ ഈ നസല എന്ന് പറയുന്ന വാക്ക് ഖുർആനിൽ എവിടൊക്കെ വന്നിട്ടുണ്ടാവും അതിലൊക്കെ പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്ന വിഷയമാണ് എന്ത്? അള്ളാഹു ഉപരിയിലാണ്, അള്ളാഹു ഉപരിയിലാണ്. അത് നമ്മൾ കഴിഞ്ഞ സൂറത്തുൽ മുൽക്ക് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ചില ആളുകൾ പറയുന്നുണ്ട് അള്ളാഹു എല്ലായിടത്തുമാണ്. ആ വാദം എന്തല്ല, ശരിയല്ല. അത് അള്ളാഹുവിനെ മോശാക്കലാണ്. അള്ളാഹു അങ്ങനെയാണെങ്കിൽ വൃത്തിയില്ലാത്ത സ്ഥലത്തൊക്കെ അള്ളാഹു ഉണ്ടെന്ന് എന്ത് ചെയ്യേണ്ടി വരും? പറയേണ്ടി വരും. അപ്പൊ അള്ളാഹു ഉന്നതിയിലാണ്, അള്ളാഹു ഉന്നതിയിലാണ്. അതിന് തെളിവാണെന്ത്? ഈ ആയത്ത്. കാരണം ഖുർആൻ അവതീർണമാകുന്നത് ഇവിടുന്ന മുകളിൽ നിന്നാണ്. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി. അപ്പൊ ഖുർആനിൽ എന്താ ഉള്ളത്? ഖുർആനിൽ ഉള്ളത് അള്ളാഹുവിന്റെ ശറഅാണ്. അള്ളാഹു മതമായിട്ട് എന്താണോ പഠിപ്പിക്കുന്നത് അതാണെന്ത്? ഖുർആനിലുള്ളത്. അപ്പൊ ഖുർആൻ അവതീർണമായിട്ടുള്ളത് മതത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഖുർആൻ അവതരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ദീന് എന്ത് ചെയ്യാ? ദീന നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഖുർആൻ അവതീർണമായിട്ടുള്ളത്. സൂറത്തു തൗബയിലെ 33-ാമത്തെ ആയത്തിൽ ഒരിക്കൽ ഒരു പണ്ഡിതനോട് ചോദിക്കപ്പെട്ടു എന്നാണ്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. മുശ്രിക്കീങ്ങൾ വെറുത്താലും ശരി ഈ ദീൻ എന്ത് ചെയ്യും? പ്രകടമായിട്ട് നിലനിൽക്കും. ഈ ദീന് മറ്റു മതങ്ങൾ എന്ത് ചെയ്യും? അതിജയിക്കും എന്നാണ് ആയത്ത്. സൂറത്തു സഫിൽ 8-ാമത്തെ ആയത്ത്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. കാഫിരീങ്ങൾ വെറുത്താലും ശരി അല്ലാഹു എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ പ്രകാശത്തെ അള്ളാഹു പരത്തുക തന്നെ ചെയ്യും. അതെല്ലായിടത്തേക്കും അള്ളാഹു എത്തിക്കും. അപ്പൊ ഈ 2 ആയത്തിലും പറയുന്ന വിഷയമാണ് മറ്റു മതങ്ങൾ എന്ത് ചെയ്യും? ദീനുൽ ഇസ്ലാം അതിജയിക്കും. അപ്പൊ ഒരാൾ ചോദിക്കാം പണ്ഡിതനോട്, അതായത് അങ്ങനെയാണ് എങ്കിൽ ഇസ്ലാമിനോടൊപ്പം തന്നെ ബാക്കി ഒരുപാട് മതങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇസ്ലാമിനേക്കാളും കൂടുതൽ സംഖ്യയുള്ളത് ബാക്കി മതങ്ങളാണ്. ബാക്കി മതങ്ങളിൽ എന്തുണ്ട്? ഇസ്ലാമിനേക്കാളും കൂടുതൽ ആളുകളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ആയത്ത് ശരിയാവുക എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായ ഉത്തരമാണ്. അതായത് അവിശ്വാസികൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ഖുർആനിന്റെ വിധികളിലേക്ക് ആവശ്യക്കാരായി വരുന്നുണ്ട്. ചില സമയത്ത് അവർ പറയും ആ വിഷയത്തിൽ ഇസ്ലാം പറഞ്ഞതാണെന്ത് ശരി, അത് ഇസ്ലാമിന്റെ നിലപാടെന്ത് ശരിയായ നിലപാട്. ഈ അടുത്ത് ഒരാൾ എന്ത് ചെയ്തു? ഒരു ചെറുപ്പക്കാരൻ 5 ആൾക്കാരെന്ത് ചെയ്തിട്ടുണ്ട്? കൊലപ്പെടുത്തി. 5 ആൾക്കാരെ കൊലപ്പെടുത്തി. സ്വന്തം കുടുംബക്കാരിൽപ്പെട്ട ആളെയാണ് അവൻ എന്ത് ചെയ്തത്? കൊലപ്പെടുത്തിയത്. അപ്പോൾ ഒരു ടീച്ചർ വൈകാരികമായി സംസാരിക്കുന്ന സംസാരമുണ്ട്, കേരളം നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പറയാണ് അവിടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ശിക്ഷ എന്ത് ചെയ്യണം? ഇവിടെ നടപ്പാക്കണം, ആ ശിക്ഷ എന്ത് ചെയ്യണം? കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില സന്ദർഭത്തിലൊക്കെ എന്താ പറയാറുള്ളത്? കാടത്തമുള്ള ശിക്ഷയാണ്, ആ ശിക്ഷക്ക് ഒഴിവാക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യും? അത് പുറത്തു വരും. അതാണ് ഇസ്ലാം പ്രകൃതി മതമാണ് എന്ന് പറയുന്നത്. ഇസ്ലാം ഫിത്രത്തിന്റെ മതമാണ് എന്ന് നമ്മൾ പറയുന്നതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ പഠിച്ചത്. അപ്പൊ അള്ളാഹുവിനറിയാം ഒരു മനുഷ്യന് ഏതാണ് ഏറ്റവും നല്ലത് എന്നത്. സൂറത്തുൽ മുൽക്ക് എടുത്തപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ വാങ്ങിയെന്ന് വിചാരിക്കാം. ആ വാങ്ങിയാൽ എന്ത് കിട്ടും? നമുക്ക് ആ വസ്തുവിന്റെ മാനുവൽ കിട്ടും, കാറ്റലോഗ് കിട്ടും. ആ കാറ്റലോഗ് എടുത്തിട്ട് അതിലെങ്ങനെയാണോ ഉപയോഗിക്കാൻ പറഞ്ഞത് ആ രൂപത്തിൽ എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടത്. നമ്മൾ പറയാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്ത് ചെയ്യും? ഉപയോഗിക്കുമെന്ന് പറഞ്ഞാലോ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കേടുവന്നാൽ എന്ത് ചെയ്യൂല? പിന്നെ വാറന്റി ഉണ്ടാവില്ല, ഗ്യാരണ്ടി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതേപോലെ ആയിരിക്കും മനുഷ്യന്റെ അവസ്ഥ. അള്ളാഹു പറഞ്ഞതനുസരിച്ച് വേദഗ്രന്ഥത്തിൽ അള്ളാഹു നിയമമാക്കിയതനുസരിച്ച് ജീവിച്ചില്ലയോ ജീവിതം ചെയ്യും? തകിടം മറിയും. ജീവിതം തകിടം മറിയും. അവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആനിന്റെ അമാനുഷികത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ അന്ന് പറഞ്ഞ കാര്യം ഇന്നും എന്താണ്? അത് വളരെ വ്യക്തമാണ്. അതെല്ലാ ജനങ്ങൾക്കും ഹിദായത്തിലേക്കുള്ള മാർഗവുമാണ്. അതാണ് ദീനുൽ ഇസ്ലാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞത്? എല്ലാ ദീനിനെയും അതിജയിക്കും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്നിട്ട് അള്ളാഹു പറയാണ് ലാ റൈബ ഫീഹി, ഒരു സംശയമില്ലാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്നാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. മിർ റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ റബ്ബിൽ നിന്ന്. അപ്പൊ ലോകത്തെ പടച്ച അള്ളാഹുവിൽ നിന്നാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ ആ ലോകത്തുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യണം? ഖുർആൻ സ്വീകരിക്കണം എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് മിർ റബ്ബിൽ ആലമീൻ എന്ന് പ്രയോഗിച്ചത്. ലോകരുടെ രക്ഷിതാവാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ലോകത്ത് മനുഷ്യന്മാരായി ആരൊക്കെ ജീവിക്കുന്നുണ്ടോ അവരൊക്കെ സ്വീകരിക്കേണ്ടതാണെന്ത്?
വിശുദ്ധ ഖുർആൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ തന്നെ എന്തുണ്ട്? ഇത് ഒരു സാഹിറിന്റെ വർത്തമാനമല്ല എന്ന് കിട്ടും. വിശുദ്ധ ഖുർആൻ എന്തല്ല? ഒരു മാരണക്കാരന്റെ വർത്തമാനമല്ല. മുശ്രിക്കുകൾ പറഞ്ഞ വിഷയമാണ് എന്ത്? വിശുദ്ധ ഖുർആൻ ഒരു മാരണക്കാരന്റെ വർത്തമാനം, സാഹിറിന്റെ വർത്തമാനമാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ശരിക്കും ഉണ്ടാകേണ്ടത്? അവരെയും സിഹർ വെച്ച് റസൂൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അവരെയും ഇല്ലാതാക്കിക്കൂടെ? അപ്പൊ അതെന്തല്ല, അത് ശരിയല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരു മാരണക്കാരൻ്റെതല്ല, ഒരു മജ്നൂൻ, ഒരു ഭ്രാന്തൻ്റെതല്ല, അതേപോലെ തന്നെ ജ്യോത്സ്യൻ്റെതല്ല, മറിച്ച് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നാണ്. എന്നിട്ട് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നാണ്, ഇതിൽ സംശയമില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ ആ വിശുദ്ധ ഖുർആനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, ആ വിശുദ്ധ ഖുർആനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് പറയുന്നത്, അവിശ്വാസികളെ കുറിച്ച്. അവിശ്വാസികൾ പറയാണെന്ത്? أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون أم يقولون അതല്ല യഖൂലൂൻ അവർ പറയുകയാണോ? ഇഫ്തറാഹു ആ വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തതാണ്? കെട്ടിച്ചമച്ചതാണ്. അതിങ്ങനെ കളവൊക്കെ പറഞ്ഞിങ്ങനെ കൂട്ടി ഉണ്ടാക്കിയതാണ്. അള്ളാഹു പറയാണ് ബൽ, മറിച്ച് ഹുവൽ ഹഖ്, അതാണ് എന്ത്? യഥാർത്ഥ ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ആരിൽ നിന്നാണ്? മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? ലിതുൻദിറ, നീ താക്കീത് ചെയ്യാൻ, ഖൗമൻ, ഒരു സമൂഹത്തെ. എങ്ങനെയുള്ള സമൂഹമാണത്? മാ അതാഹും, അവരിലേക്ക് വന്നിട്ടില്ല. മാ എന്ന അർത്ഥം വിശുദ്ധ ഖുർആനിൽ പല അർത്ഥത്തിന് ഉപയോഗിക്കും, ഇവിടെ ഇല്ല, നിഷേധത്തിനുള്ള അർത്ഥമാണ്. മാ അതാഹും, അവർക്ക് വന്നിട്ടില്ല. മിൻ നദീരിൻ മിൻ ഖബ്ലിക്, റസൂലെ താങ്കൾക്ക് മുമ്പ് ഒരു താക്കീതുകാരനും വരാത്ത ഒരു ജനതക്ക് താങ്കൾ എന്ത് ചെയ്യണം? താക്കീതുകാരനായിട്ട് നിലകൊള്ളണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തിട്ടുള്ളത്? അവതരിപ്പിച്ചിട്ടുള്ളത്. ലഅല്ലഹും, എന്തിനാണത്? ലഅല്ലഹും യഹ്തദൂൻ, അവർക്ക് എന്ത് ലഭിക്കും? സന്മാർഗം ലഭിക്കും. ഹിദായത്ത് വിശുദ്ധ ഖുർആനിലൂടെ അവർക്ക് ലഭിക്കും. നേരായ ചൊവ്വായ മാർഗം അവർക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ കലാമിനെ, അള്ളാഹുവിന്റെ ഖുർആനിനെ നിഷേധിക്കുന്ന ആളുകൾ പറയുന്നത് അം യഖൂലൂന ഇഫ്തറാഹു, അം യഖൂലൂന ഇഫ്തറാ, ഖുർആൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നാണ് അവർ പറയുന്നത്. ഈ കളവ് അവരെപ്പോഴാണ് പറയുന്നത് എന്നറിയാം. സ്വാഭാവികമായിട്ടും ഒരാൾ കളവ് പറയാം, ഒന്നല്ലെങ്കിൽ പെട്ടുപോയിട്ടാണ് എന്ത് ചെയ്യാം? കളവ് പറയാം. ഒന്ന് രക്ഷപ്പെടാൻ എന്തില്ല, ഒരു മാർഗം ഇല്ലാത്ത സമയത്ത് ചില ആൾക്കാർ എന്ത് ചെയ്യും? കളവ് പറയും. അതാണ് ഇവിടെ മുശ്രിക്കീങ്ങളുടെ വിഷയത്തിൽ ഉണ്ടായത്. ഖുർആൻ പോലത്തെ ഒന്ന് എന്ത് ചെയ്യണം? കൊണ്ടുവരാൻ വെല്ലുവിളിക്കപ്പെട്ടു. അതവർക്ക് സാധിച്ചോ? ഇല്ല. ഒരു സൂറത്തെങ്കിലും അതും അവർക്ക് സാധിച്ചില്ല. അപ്പൊ അവസാനത്തെ അടവാണെന്ത്? ഖുർആൻ എന്താണ്? അം യഖൂലൂന ഇഫ്തറാഹു, അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നെന്ത് ചെയ്തു? ഖുർആനിനെതിരെ അവര് കളവ് പറഞ്ഞു. അവിശ്വാസികളായ ആളുകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അംഗീകരിച്ച വിഷയമാണ് ഖുർആൻ അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണ് എന്ന്. വലീദ് ഇബ്നു മുഗീറ പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന്റെ പാരായണം അദ്ദേഹം കേട്ടപ്പോൾ പറയാണ്, വല്ലാഹി, അവിശ്വാസിയായ വ്യക്തി പറയണം, അല്ലാഹു ആണ് സത്യം, ഇന്ന അഅലാഹു ലമുസ്മിറുൻ വ ഇന്ന അസ്ഫലഹു ലമുഗ്ദിഖുൻ വ അന്നഹു യഅലു വലാ യുഅലാ അലൈഹി. ഖുർആൻ ഉയർന്നുകൊണ്ടേയിരിക്കും. ഖുർആൻ എന്ത് ചെയ്യും? ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഖുർആനിനെ അതിജയിക്കാൻ എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു ഗ്രന്ഥത്തിനും സാധിക്കുകയില്ല എന്നാണ്. ഖുർആനിനെ അതിജയിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് ആ കാലഘട്ടത്തിൽ അവിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തിയ വിഷയമാണ്. പക്ഷേ നിക്കക്കള്ളി ഇല്ലാതെ എന്ത് ചെയ്തു? അവർ കളവ് പറഞ്ഞു. ഖുർആൻ അല്ലാഹു കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ ഖുർആൻ ഇറങ്ങിയത്. അപ്പൊ അത് അംഗീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ കാര്യമാണത്. നബി വെറും ഒരു സാധാരണ മനുഷ്യനാണ്, നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനാണ് നബി. മറിച്ച് ഖുർആൻ ആർക്കിറങ്ങണം? വല്ല മലക്കിനും ഇറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ വിശ്വസിക്കാം എന്നും കൂടി എന്ത് ചെയ്തു? ചില ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും. സൂറത്തു സുഖ്റൂഫിൽ പറയുന്നത്, വഖാലു ലൗലാ നുസില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖർയതൈനി അളീം, ഒരു വലിയ രാജാവിനോ അതല്ലെങ്കിൽ വലിയ സ്വത്തും ഇതൊക്കെയുള്ള നാട്ടിൽ പേര് കേട്ട ഒരാൾക്ക് ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരുന്നെങ്കിൽ എന്നാര് പറഞ്ഞു? അവിശ്വാസികൾ പറഞ്ഞു വെച്ചു. അപ്പൊ അള്ളാഹു അതിന് മറുപടി കൊടുക്കുന്നുണ്ട്.
ഖുർആൻ ഇറങ്ങിയത് വെറും ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു മറുപടി കൊടുക്കുകയാണ്, അവരാണോ റബ്ബിന്റെ റഹ്മത്ത് വീതിക്കുന്നവൻ? അപ്പൊ റിസാലത്ത്, ഒരാളെ റസൂലാക്കുക, ഒരാൾക്ക് വേദഗ്രന്ഥം നൽകുക എന്നത് റഹ്മത്തിന്റെ ഭാഗമാണ്. ആ റഹ്മത്ത് കൊടുക്കാൻ ആരാ തീരുമാനിക്കേണ്ടത്? അള്ളയാണ്. അപ്പൊ അള്ളാഹ് ചോദിക്കണം, അവരാണോ റഹ്മത്ത് ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത്? അല്ലാഹു അഅലം, അള്ളാഹു ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്. ഹൈസു യജ്അലു റിസാലത, എവിടെയാണ് അവന്റെ റിസാലത്ത് വെക്കേണ്ടത് എന്ന് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആ കരങ്ങളിൽ തന്നെ എന്ത് ചെയ്യുള്ളൂ? റിസാലത്ത് എത്തിപ്പെടുള്ളൂ. നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, ഞാൻ എന്തുകൊണ്ട് സ്വഹാബിയായില്ല, അതല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് പ്രവാചകനായില്ല എന്നൊക്കെ കൊതിക്കാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുക്കലാണ്, അള്ളാഹുവിന്റെ തിരഞ്ഞെടുക്കലാണ്. ആ തെരഞ്ഞെടുക്കൽക്ക് ഭാഗ്യം ലഭിച്ചവരാണ് റസൂലുമാർ. ഇനി അതിൻ്റെ നേരെ താഴെയുള്ള ആളുകളാണ് റസൂലിന്റെ അനന്തരാവകാശികളാണ് ആര്? ഉലമാക്കൾ. അതോടൊപ്പം തന്നെ ഇൽമു പഠിക്കുന്ന ആളുകൾ. അപ്പൊ നമുക്ക് ഈ ഒരു വേദിയിൽ, ഈ ഒരു സന്നിധിയിൽ ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കാൻ സാധിക്കുക എന്നുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്, അള്ളാഹുവിന്റെ വലിയ തെരഞ്ഞെടുക്കലാണ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹു മറുപടി പറയാം, വിശുദ്ധ ഖുർആൻ കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറയാണ്, ബൽ ഹുവൽ ഹഖ്, അല്ല, മറിച്ചെന്താണ്? ഹുവൽ ഹഖ്, ഖുർആനാണ് സത്യം. ഒരു നിലക്കും ഖുർആനിൽ എന്തില്ല? ഒരു ബാത്തിൽ, ഒരു തെറ്റായ കാര്യം എവിടെയും സൂചിപ്പിക്കാൻ സാധിക്കൂല. ഭാഷാപരമായ തെറ്റ് കാണിക്കാൻ സാധിക്കൂല, വിഷയത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കൂല, ഒരു തെറ്റും ചെയ്യാൻ പറ്റൂല, ചൂണ്ടിക്കാണിക്കാൻ സാധിക്കൂല. കാരണം ആരിൽ നിന്നാണ് ഖുർആൻ ഇറങ്ങിയത്? അള്ളാഹുവിൽ നിന്നാണ് ഖുർആൻ ഇറങ്ങിയത്. മനുഷ്യനിൽ നിന്നാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമാണ്, തെറ്റ് സംഭവിക്കും. ഇനി എത്ര വലിയ മനുഷ്യനാണെങ്കിലും, എത്ര വർഷം എടുത്തുകൊണ്ട് എഴുതിയ പുസ്തകമാണെങ്കിലും അതിൽ പോരായ്മകൾ ഉണ്ടാകും. കാരണം മനുഷ്യനാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ എന്തില്ല? യാതൊരു പോരായ്മയുമില്ല. ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന്. എന്തിനാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്? താക്കീദിന് വേണ്ടിയിട്ട്. ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നെത്തുന്നത് അറബികളിലേക്കാണല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ഒരുപാട് കാലമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? അറബികളിലേക്ക് ഒരു പ്രവാചകൻ വന്നിട്ടില്ല. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, അപ്പൊ അങ്ങനെയുള്ള പ്രവാചകന്മാർക്ക് ശേഷം ഒരു വലിയ ഗ്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? അറബ് സമൂഹത്തിൽ വരുന്നുണ്ട്. അതിനുശേഷമാണ് ആര് വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടില്ല? ഒരു താക്കീതുകാരനും അവിടെ എത്തിയിട്ടില്ല. ഇവിടെ എത്തിയിട്ടില്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാലം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് കാലത്തിന് ശേഷം റസൂലിനെ എന്ത് ചെയ്യുന്നു? താക്കീതുകാരനായി അയക്കുന്നു. നദീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താക്കീത് ചെയ്യാനാണ്. നമ്മളെപ്പോഴാണ് താക്കീത് ചെയ്യാം? താക്കീത് പറഞ്ഞാൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എപ്പോഴും നമ്മൾ പറയാം? തെറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെ? അപ്പൊ ഒരു കാര്യം തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. റസൂലിന് രണ്ട് വിശേഷണമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. റസൂൽ താക്കീതുകാരൻ മാത്രമാണോ? അല്ല, സന്തോഷ വാർത്ത അറിയിക്കുന്ന റസൂലും കൂടിയാണ്, ബഷീർ കൂടിയാണ്. ബഷീറൻ വ നദീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുമാണ്. പക്ഷെ ഇവിടെ നദീർ എന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നദീർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഒരുപാട് കാലമായി പ്രവാചകനില്ലാതെ ഒരുപാട് തെറ്റുകളിൽ എന്ത് ചെയ്യണം? ആ സമൂഹം മുന്നോട്ട് പോവുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആ തെറ്റ് തിരുത്തണ്ടേ? ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രയോഗിച്ചത്? നദീർ എന്ന പ്രയോഗം അവിടെ കൊണ്ടുവന്നത്. നദീർ ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക. എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഹിക്മത്താണ് എന്ത്? ലഅല്ലഹും യഹ്തദൂൻ, അവരെന്ത് ചെയ്യണം? സന്മാർഗം പ്രാപിക്കണം. അപ്പൊ അള്ളാഹു എല്ലാത്തിലും ഖൈർ ഉദ്ദേശിക്കുന്നവനാണ്. അള്ളാഹു എല്ലാത്തിലും ഖൈർ ഉദ്ദേശിക്കുന്നവനാണ്. നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഈ ആയത്തിൽ നമുക്ക് ബോധ്യപ്പെടും. ഖുർആൻ കെട്ടിച്ചമക്കപ്പെട്ടതാണ് എന്ന് അവിശ്വാസികൾ പറഞ്ഞു. എന്നിട്ട് റസൂലിനോട് പറയാം, അങ്ങനെയല്ല, ഖുർആൻ സത്യമാണ്. റസൂലെ, താങ്കൾ എന്ത് ചെയ്യണം? അവർക്ക് താക്കീതുകാരനായി നിലകൊള്ളണം. ഈ ഖുർആൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കളവ് പറഞ്ഞ ആൾക്കാരെന്ത് ചെയ്യണം? സന്മാർഗത്തിലേക്ക് എത്തണം. അപ്പൊ ആ അവിശ്വാസികളോട് പോലും അങ്ങേറ്റത്തെ കാരുണ്യത്തിന്റെ ഉടമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യഖൂലുല്ലാഹു തആല, ഒരു ഖുദ്സിയായ ഹദീസിൽ, അന ഇൻദ ളന്നി അബ്ദി ബി, എന്നെക്കുറിച്ച് ഒരു അടിമ എന്താണോ വിചാരിക്കുന്നത് അതാണ് ഞാൻ. അപ്പൊ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിചാരിക്കണം? സൽവിചാരം, നല്ലത് വിചാരിക്കണം. എന്ത് പ്രയാസം ഉണ്ടായാലും അള്ളാഹിനെ കുറിച്ച് മോശമായി വിചാരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. എപ്പോഴും എന്ത് ചെയ്യണം? അള്ളാഹിനെ കുറിച്ച് നല്ലത് വിചാരിക്കാം. എന്നെന്താ? ജീവിതത്തിൽ നല്ലതുണ്ടാകും.
വഅന മഅഹു ഇദാ ദക്കറനി, എന്നെ ഓർത്തു കഴിഞ്ഞാൽ അവന്റെ കൂടെ ഞാൻ ഉണ്ടാകുന്നതാണ് അല്ലാഹു പറയുന്നത്. ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവൻ അവന്റെ നഫ്സിൽ എന്നെ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ നഫ്സിൽ അവനെ ഞാൻ ഓർക്കും. വഇൻ ദക്കറനി ഫീ മലഇൻ, ഒരു കൂട്ടത്തിൽ എന്ത് ചെയ്തു? അവൻ എന്നെ ഓർത്തു, അല്ലെങ്കിൽ എന്നെ കുറിച്ച് പറഞ്ഞു. ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹു, അതിനേക്കാളും വലിയ ഒരു കൂട്ടത്തിൽ എന്ത് ചെയ്യും? അല്ലാഹു അവനെ കുറിച്ച് പറയുന്ന. വഇൻ തഖറബ ഇലയ്യ ബിശിബ്രിൻ തഖറബ്തു ഇലൈഹി ദിറാഅൻ, ഒരു ചാണെടുത്താൽ അല്ലാഹു എന്ത് ചെയ്യും? ഒരു മുഴമടക്കുന്ന. നമ്മൾ ഒരു ചാണെടുത്താൽ അല്ലാഹു നമ്മിലേക്ക് ഒരു മുഴമടക്കും. വഇൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു ഇലൈഹി ബാഅൻ വഇൻ അതാനി യംശി അതൈതുഹു ഹർവല, അവൻ നടന്നു വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അവനിലേക്ക് പാഞ്ഞടുക്കുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ഹിദായത്തിലാകണം എന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ റബ്ബ്. എന്നാൽ പലപ്പോഴും മനുഷ്യനാണ് എന്ത് ചെയ്യുന്നത്? നന്ദി കെട്ടവനായി ആ അള്ളാഹു അവതരിപ്പിച്ച മെസ്സേജുകളൊന്നും കാണാതെ അതൊക്കെ പുറംകാല കൊണ്ട് തട്ടിക്കൊണ്ട് എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോകുന്നത്. അപ്പൊ അള്ളാഹു ഒരു മനുഷ്യൻ ഹിദായത്തിലാകണം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ അള്ളാഹുവിനെ കുറിച്ച് പറയാം. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹു ആരാണ്? അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് മാ ലകും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഅ അഫലാ തതദക്കറൂൻ. അല്ലാഹു അല്ലദി, എങ്ങനെയുള്ളവനാണ്? ഖലഖസ് സമാവാതി, ആകാശങ്ങളെ സൃഷ്ടിച്ചു, വൽ അർള, ഭൂമിയെയും സൃഷ്ടിച്ചു, വമാ ബൈനഹുമാ, അവ രണ്ടിന്റെയും ഇടയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അല്ലാഹു സൃഷ്ടിച്ചു. ഫി സിത്തതി അയ്യാമിൻ, എത്ര ദിവസങ്ങൾ കൊണ്ട്? 6 ദിവസങ്ങൾ കൊണ്ട്. സുമ്മ ഇസ്തവാ അലൽ അർശ്, പിന്നെന്ത് ചെയ്തു? അല്ലാഹു അർശിൽ ഉപവിഷ്ടനായി. മാ ലകും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീ, മാലക്കും നിങ്ങൾക്കില്ല, മിൻ ദൂനിഹി അല്ലാഹുവിനെ കൂടാതെ, മിൻ വലിയ്യിൻ ഒരു സഹായിയുമില്ല. വലി എന്ന് പറഞ്ഞാൽ നാസിർ, സഹായിയായിട്ട് ആരില്ല. വലാ ശഫീ, ശുപാർശകനായിട്ടൊന്നില്ല, ഒരാളില്ല. സഹായവുമില്ല. ഇനി സഹായിയല്ല, അള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് ശുപാർശ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. അഫലാ തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞു വെക്കുന്നത് അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാമിൻ, 6 ദിവസങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? അള്ളാഹു ആകാശഭൂമികൾ സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ അത് യൗമുൽ അഹദ് മുതലാണ് ആരംഭിക്കുന്നത്. ഞായറാഴ്ച ആരംഭിക്കുന്നു, ജുമുഅ ദിവസമാണ് എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. ജുമുഅ ദിവസമാണ് അവസാനിക്കുന്നത്. വമാ ബൈനഹുമാ, അവ രണ്ടിന്റെയും ഇടയിലുള്ളതും ആരാ സൃഷ്ടിച്ചത്? അള്ളാഹുവാണ്. അപ്പൊ ആകാശവും ഭൂമിയും മാത്രമല്ല, അതിൻ്റെ ഇടയിൽ ഒരുപാട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളൊക്കെ പടച്ചത് തന്നെയാണ്, അള്ളാഹു തന്നെയാണ് എല്ലാം പടച്ചത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ സിത്തത്തു അയ്യാമിൻ, 6 ദിവസങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിൽ 7 സ്ഥലത്ത് വന്നിട്ടുണ്ട്. 6 ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിൽ 7 സ്ഥലത്ത്. സൂറത്തുൽ അറാഫ്, സൂറത്തു യൂനുസ്, സൂറത്തു ഹൂദ്, ഫുർഖാൻ, ഖാഫ്, സജ്ദ, ഹദീദ്, ഈ സൂറത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? 6 ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന് വന്നിട്ടുണ്ട്. അതിൽ 4 സ്ഥലത്ത് വന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്ന് മാത്രം, അതിൻ്റെ ഇടയിലുള്ള വിഷയം പറഞ്ഞിട്ടില്ല. ആകാശഭൂമികൾ സൃഷ്ടിച്ചു. അതിൽ 3 സ്ഥലത്ത് എന്ത് പറയുന്നുണ്ട്? ആകാശഭൂമികളെ സൃഷ്ടിച്ചു, അതിൻ്റെ ഇടയിലുള്ളതിനെയും സൃഷ്ടിച്ചു. അപ്പൊ ഇവിടെ ചില സംശയങ്ങൾ വരാൻ സാധ്യതയുള്ളത് 6 ദിവസം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? അപ്പൊ അവിടെ ഒരുപാട് ചർച്ചകൾ അവിടെ വരുന്നുണ്ട്. നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഗൈബിയായ വിഷയമാണ്. 6 ദിവസം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയുള്ള 6 ദിവസം എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹു പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ നിൽക്കലാണ് നല്ലത്. 6 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എങ്ങനെയുള്ള 6 ദിവസമാണെന്ന് അള്ളാഹു ആലം, അത് അള്ളാഹു ആണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. മറ്റൊന്ന്, 6 ദിവസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആകാശഭൂമികൾ സൃഷ്ടിച്ചത് 6 ദിവസം കൊണ്ടാണ്. ആ സമയത്ത് എന്തില്ല? സൂര്യനുമില്ല, ചന്ദ്രനുമില്ല. അപ്പൊ അവിടെ പറഞ്ഞു വെക്കുന്നത് 6 ദിവസം എന്ത് 6 ദിവസമല്ല, ദുനിയാവിലെ 6 ദിവസമല്ല. എന്നാൽ ആഖിറത്തിന്റെ 6 ദിവസമാണോ? അപ്പൊ അങ്ങനൊക്കെ എന്തുണ്ട്? ആ തഫ്സീർ വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് ചർച്ചകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി സൂര്യനും ചന്ദ്രനും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന 6 ദിവസമല്ല. അപ്പൊ അവിടെ തന്നെ ചില ആൾക്കാർ പറഞ്ഞു, സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ കണക്കാക്കുന്ന ഒരു 6 ദിവസത്തിന്റെ ഒരു പരിധി ഉണ്ടാവുമല്ലോ, ആ പരിധിയിലാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയും
ആകാശമൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. അല്ല, ആഖിറത്തിലെ ദിവസമാണ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു വെച്ച ആൾക്കാരുണ്ട്. പക്ഷെ ഇതിനൊന്നും എന്തില്ല, നമുക്ക് ഗണ്യതമായി 6 ദിവസം പറഞ്ഞാൽ ഇന്നതാണെന്ന് പറയാൻ തെളിവുകളില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, 6 ദിവസമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിലെന്തുണ്ട്, അള്ളാഹ്ക്ക് ഒരുപാട് ഹിക്മത്തുണ്ട്. ചില ആൾക്കാർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം മതി. അള്ളാഹുവിനെ സൃഷ്ടിക്കാൻ കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അതുണ്ടാകും. അള്ളാഹു പിന്നെ എന്തുകൊണ്ട് 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ അതിന് അള്ളാഹുവിന്റെ അടുക്കൽ ഹിക്മത്തുണ്ട്. അള്ളാഹു ഹിക്മത്തിനുടയവനാണ്. അള്ളാഹ് ഒന്നും ചെയ്യൂല, വെറുതെ സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അതിന്റെ പിന്നിൽ ഒരുപാട് ഹിക്മത്ത് ഉണ്ടാവും. അത് മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യണമെന്നില്ല, തിരിച്ചറിയണമെന്നില്ല. മനുഷ്യന്മാർ ആ വിഷയത്തിൽ ഒരു വളരെ കുറച്ച് ഇൽമ എന്ത് ചെയ്തിട്ടുള്ളൂ, മനുഷ്യന്മാർക്ക് ലഭിച്ചിട്ടുള്ളൂ. അപ്പൊ ആ വിഷയത്തിൽ നമുക്ക് എന്തില്ല, അറിവില്ല എന്നാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി അവിടെ മറ്റു വേദഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന എന്താ, ആകാശഭൂമികൾ സൃഷ്ടിച്ചു പിന്നെന്ത് ചെയ്തു, ദൈവം റെസ്റ്റ് എടുത്തു എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല, ഖുർആൻ പരിചയപ്പെടുത്തുന്നില്ല. അവിടെയാണ് സൂറത്തു ഖാഫിലെ 38-ാമത്തെ ആയത്തിൽ പറയുന്നത്, വലഖദ് ഖലഖനസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ, ആകാശവും അതിന്റെ ഇടയിലുള്ളതിനെയും നമ്മൾ സൃഷ്ടിച്ചു. ആകാശം ഭൂമി അതിനിടയിലുള്ളതും. വമാ മസ്സനാ മിൻ ലുഗൂബ്, നമുക്ക് യാതൊരു പ്രയാസമോ ക്ഷീണമോ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ബാധിച്ചിട്ടില്ല. അപ്പൊ അതാണ് അള്ളാഹു. അള്ളാഹുവിന് എന്ത് ചെയ്തിട്ടില്ല, അതൊക്കെ വെറും നിമിഷങ്ങൾ കൊണ്ടുണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിന് യാതൊരു ക്ഷീണമോ മയക്കമോ ഉറക്കമോ എന്ത് ചെയ്യൂല, ബാധിക്കൂല. ക്ഷീണം ബാധിച്ചാൽ, അതല്ലെങ്കിൽ മയക്കമോ ഉറക്കമോ ബാധിച്ചാൽ പിന്നെ സൃഷ്ടാവാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്, പിന്നെ ആരാധിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്, ഒന്നും അർത്ഥമില്ല, നിരർത്ഥകാണ്. അപ്പൊ നമ്മുടെ റബ്ബ് പൂർണ്ണമാണ് എന്നാണ് ആയത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ആയത്തിൽ മറ്റു ചില ആളുകൾക്കുള്ള മറുപടി ഉണ്ട്. ചില ആളുകൾ എന്താ പറയുന്നത്, ഈ ഭൂമി പണ്ടേ ഉള്ളതാണ്, ഈ ഭൂമി പണ്ടേ ഉള്ളതാണ്. ആരാണോ സൃഷ്ടാവ്, ആ സൃഷ്ടാവ് ഉണ്ടാകുന്നതിന് മുമ്പ് എന്തുണ്ട്, ഈ ഭൂമി ഉണ്ട് എന്നൊക്കെ ചില നിരീശ്വരവാദികൾ പറയുന്നുണ്ട്. അപ്പൊ അവർക്കുള്ള മറുപടിയും കൂടിയാണ്, അള്ളാഹ് എന്ത് ചെയ്തതാണ്, അള്ളയാണ് ആദ്യമായിട്ടുള്ളവൻ. അൽ അവ്വൽ ആരാണ്, അള്ളയാണ്. അപ്പൊ ആ അള്ളാഹു ആണ് ഇതൊക്കെ സൃഷ്ടിച്ചത് എന്നാണ് നമ്മൾ പറയുന്നത്. അള്ളാഹു ഇതൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം എന്ത് ചെയ്തു, സുമ്മസ്തവ അലൽ അർശ്, അർശിൽ അള്ളാഹു ഉപവിഷ്ടനായി. അർശിൽ അള്ളാഹു ഉപവിഷ്ടനായി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്തുണ്ട്, അർശ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാവും. ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അർശ് ഉണ്ട്. അപ്പൊ 7 ആയത്തുകളിൽ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ അറാഫ്, സൂറത്തുൽ യൂനുസ്, സൂറത്തുൽ റഅദ്, സൂറത്തുൽ ത്വാഹ, സൂറത്തുൽ ഫുർഖാൻ, സൂറത്തുൽ ഹദീദ്. ഈ 7 ആയത്തുകളിൽ അള്ളാഹു അർശിൽ ഉപവിഷ്ടനായിട്ടുണ്ട് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അർഷിന്റെ ആദ്യമായി അള്ളാഹു സൃഷ്ടിക്കുന്നത് അർഷാണ്. ഫസ്റ്റ് ഒന്ന് സൃഷ്ടിക്കുന്നത് എന്താണ്, അർഷാണ്. ആദ്യത്തെ മഖ്ലൂഖാത്ത് അർഷ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, അന്ന നാസൻ മിൻ അഹ്ലിൽ യമൻ സഅലു അൻ-നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അവ്വലി ഹാദൽ അംരി മാ കാന. യമനിലെ ആളുകൾ റസൂലിന്റെ അടുക്കൽ വന്ന് ചോദിക്കാൻ, ആദ്യം ഉണ്ടായത് എന്താണ്? കാന അല്ലാഹു വലം യകുൻ ഷൈഉൻ ഖബ്ലഹു. ആദ്യം അല്ലാഹു ആണുള്ളത്, പിന്നെന്തില്ല, അതിന്റെ മുമ്പ് യാതൊന്നുമില്ല. ആദ്യം അല്ലാഹു ആണുള്ളത്. വകാന അർശുഹു അലൽ മാ, അല്ലാഹുവിന്റെ അർശ് എവിടെയുള്ളത്, അൽ മാ, വെള്ളത്തിലാണ്. സുമ്മ ഖലഖസ് സമാവാതി വൽ അർള വകതബ ഫി ദിക്രി കുല്ല ഷൈ. ആദ്യം അർശ്, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ആകാശം ഭൂമിയൊക്കെ സൃഷ്ടിക്കുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് അർശ് എന്നുള്ളത്. ആ അർശിന്റെ വലുപ്പം എന്നുള്ളത് നമുക്ക് മനസ്സുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, വിഭാവനം ചെയ്യാൻ പറ്റൂല. അത്രയും വലുപ്പമാണ് ആ അർശ്. അർശിന്റെ വലുപ്പം മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു എത്ര ഉന്നതനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അർശിന്റെ വലിപ്പം ഹദീസിൽ പറയുന്നത്, മസ്സമാവാതു സബ്ഉ വൽ അർദൂന സബ്ഉ വമാ ഫീഹിന്ന വമാ ബൈനഹുന്ന ഫിൽ കുർസിയ്യി ഇല്ലാ കഹൽഖത്തിൻ മുൽഖാത്തിൻ ബിഅർദി ഫലാത്തിൻ. 7 ആകാശം. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ആകാശത്തിന്റെ പരിധി തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ സയൻസ് പൂർണ്ണമായി കണ്ടെത്തിയിട്ടില്ല. ഇനി എന്തുണ്ട്, 6 ആകാശങ്ങൾ ബാക്കിയുണ്ട്. അതിനെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് യാതൊരു അറിവുമില്ല. ശാസ്ത്രലോകത്തിന് അറിവുള്ളത് ഒറ്റ ആകാശവും അതിന്റെ കീഴിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അള്ളാഹു പറയുന്നത് 7 ആകാശവും 7 ഭൂമിയും അതിന്റെ ഇടയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം. ഈ പറയുന്നതെല്ലാം അള്ളാഹുവിന്റെ കുർസിയെ തട്ടിച്ചു നോക്കുമ്പോൾ, അള്ളാഹിന്റെ കുർസി എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൗളിഉ ഖദമി അർ-റബ്ബ്, അള്ളാഹു റബ്ബിന്റെ കാൽപാദം വെക്കുന്ന സ്ഥലമാണെന്ത്, അൽ കുർസിയിൽ എന്നത്.
അപ്പം ആ കുർസിയിലേക്ക് കൊണ്ടുവന്നിട്ട് 7 ആകാശവും 7 ഭൂമിയും അതിൻ്റെ ഇടയിലുള്ളതൊക്കെ കുർസീൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ ഒരു മരുഭൂമിയിൽ ഒരു വള വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? എന്തെങ്കിലും കാണോ? ഇല്ല. അതുപോലെ ആയിരിക്കുന്നതാണ് അള്ളാഹു കാൽപാദം വെക്കുന്ന സ്ഥലം. അത്രയും വിശാലം. ഇനി ആ കുർസി തന്നെ അർശുമായി ബന്ധപ്പെടുത്തുമ്പോൾ പറയുന്നത് യാ അബാദറിൻ, ഓ അബൂദർ, മസ്സമാവാതു സബ്ഉ മഅൽ കുർസിയി ഐ ബിന്നിസ്ബതി ലിൽ കുർസി ഇല്ലാ കഹൽഖത്തിൻ മുൽഖാത്തിൻ ബിഅർദി ഫലാത്തിൻ വഫദ്ലുൽ അർശി അലൽ കുർസി കഫദ്ലിൽ ഫലാത്തി അലൽ ഹലഖ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ കുർസി എടുത്തിട്ട് അർശിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു വള വെച്ചതുപോലെ ഉണ്ടാവുന്ന. കുർസി തന്നെ അതിവിശാലാണ്. 7 ആകാശവും ഭൂമിയും കൊണ്ട് കുർസിയിൽ വെച്ചാൽ ഒരു വള പോലെ. എന്നാൽ ആ കുർസി എടുത്തിട്ട് അർശിൽ വെച്ചാൽ അതും എന്തായിരിക്കും? ഒരു റൗണ്ട് വട്ടക്കണ്ണി പോലെ വള പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത്രയും വലുപ്പമാണ് അള്ളാഹുവിന്റെ അർശിനുള്ളതെന്ന്. ആ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിലാണ് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നത് എന്നും ആരാധനക്ക് നിൽക്കുന്നത് എന്നുമുള്ള ബോധ്യത്തോടു കൂടി നിന്നു കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന് വല്ലാത്തൊരു ആസ്വാദനവും പേടിയും ഭയവും ഒക്കെ ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാം, ഇത്രയും മഹാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. മാ ലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ഷഫീ. നിങ്ങൾക്ക് എന്തില്ല? അള്ളാഹു അല്ലാത്ത ഒരു സഹായവുമില്ല. വലാ ഷഫീ, ഒരു ശുപാർശകനുമില്ല. അപ്പൊ സഹായമായിട്ട് നമുക്ക് ആരേ ഉള്ളൂ? അള്ളാഹു ആണല്ലോ. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും പരാജയപ്പെടുന്നുണ്ടോ? അള്ളാഹുവിന്റെ സഹായം അവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? ലഭിച്ചിട്ടില്ല എന്നാണ് തിരിച്ചറിയേണ്ടത്. യർമൂക്ക് യുദ്ധവേളയിൽ റോമക്കാരുമായിട്ട് ഉമറുള്ളാന്റെ കാലഘട്ടത്തിൽ, യർമൂക്കല്ല, റോമക്കാരുമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഏറ്റുമുട്ടുമ്പോൾ സൈന്യത്തിൽ നിന്നൊരു കത്ത് വരുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്. കുറച്ചും കൂടി എന്ത് ചെയ്യണം? ആൾക്കാരെ വേണം, സൈന്യത്തെ കുറച്ചും കൂടി വേണം. ശത്രുക്കൾ എന്താണ്? ഒരുപാട് ആൾക്കാർ, ശത്രുക്കൾ എണ്ണ സംഖ്യത്തിലുണ്ട്, നമുക്ക് ഒരു പേടിയാണ് എന്ന നിലക്ക് എന്ത് ചെയ്യും? ഒരു കത്ത് വരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്ത് വായിച്ചിട്ട് തിരിച്ച് കത്ത് ചെയ്തു, നിങ്ങളുടെ കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയും, ഏറ്റവും നല്ല സൈന്യം, അഹ്സനു ജുന്ദൻ, ഏറ്റവും സംരക്ഷിക്കപ്പെടുന്ന ഒരു സൈന്യത്തെ ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞിട്ട് പറയും, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് സഹായം തേടണം, അതാണ് ഏറ്റവും വലിയ സഹായം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവസാനം പറയുന്നുണ്ട്, ബദറിൽ നിങ്ങളെക്കാളും എണ്ണത്തിൽ എന്തായിരുന്നു? നമ്മൾ കുറവായിരുന്നു. എന്നാൽ ആ ബദറിൽ വിജയിച്ചത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ സഹായത്തിലൂടെയാണെന്ന്. അപ്പൊ അള്ളാഹുവിനെ കൂടാതെ എന്തില്ല? ഒരാളും സഹായിയായിട്ട് നമുക്കുണ്ടാവുകയില്ല. വലാ ഷഫീഇൻ, ഒരു ശുപാർശകൻ ഉണ്ടാവുകയില്ല. അതാണ് ചില സൂറത്തിൽ പറയുന്നത്, വഇദാ മസ്സകുമുദ്ദുറു ഫിൽ ബഹ്രി ضل من تدعون ഇല്ലാ ഇയ്യാഹു. കടലിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവരാരോടെ പ്രാർത്ഥിക്കുക? അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. കാരണം അവർക്കറിയാം അള്ളാഹ് അല്ലാത്ത എന്തില്ല? ഒരു സഹായവും അവർക്കില്ല. എന്നിട്ട് അള്ളാഹു പറയാം, ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാം, അഫലാ തതദക്കറൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? കാരണം ഈ പറഞ്ഞ അള്ളാഹുവിനെ ആരാധിക്കാതെ വേറെ ആളുകൾ എന്ത് ചെയ്യാണ്? ജനങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുക. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു ഇത്രയും ഉന്നതനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവരോട് സഹായം തേടുന്നു, അവർക്ക് ആരാധനകൾ അർപ്പിക്കുന്നു. അവിടെയാണ് പറയുന്നത്, അഫലാ തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഈ ആയത്തുകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ വെറും ഇങ്ങനെ സഞ്ചരിച്ചു പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ആലോചിക്കണം എന്നാണ് പറഞ്ഞു നോക്കുന്നത്. അടുത്ത ആയത്ത്, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദി സുമ്മ യഅറുജു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനതിൻ മിമ്മാ തഉദ്ദൂൻ. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്. യുദബ്ബിറു, ദബ്ബറ യുദബ്ബിറു എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക. അൽ അംറ, അപ്പൊ ആകാശം ഭൂമി സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാ? അള്ളാഹുവാണ്. മിനസ് സമാഇ ഇലൽ അർദ്, ആകാശം മുതൽ ഭൂമി വരെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു. സുമ്മ യഅറുജു ഇലൈഹി, പിന്നെന്ത് ചെയ്യുന്നുണ്ട്? ബാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യും? കയറിപ്പോകും. എപ്പോഴാണത്? ഫീ യൗമിൻ, ഒരു ദിവസം. കാന മിഖ്ദാറുഹു, ആ ദിവസത്തിന്റെ മിഖ്ദാർ, കണക്ക് എന്നത് അൽഫ സനതിൻ, 1000 വർഷമാണ് അതിന്റെ അളവ്. അപ്പൊ ആകാശവും ഭൂമിയും എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. ആ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യും?
എല്ലാ കാര്യങ്ങളും ഒരു ദിവസം മടങ്ങിച്ചെല്ലും. ഖിയാമത്ത് നാളിൻ്റെ അന്ന്. ആ ഖിയാമത്ത് നാളിൻ്റെ ദൈർഘ്യം എത്രയാ? നമ്മുടെ ഒരു ദിവസം എന്നത് 1000 വർഷങ്ങൾക്ക് തുല്യമാണെന്നാണ്. 1000 വർഷങ്ങൾക്ക് തുല്യമായിരിക്കും. അപ്പം അതാണ് പറഞ്ഞു വെക്കുന്നത്. 1000 വർഷങ്ങൾക്ക് തുല്യമാണ് എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത നീണ്ട വർഷം. നമുക്ക് ആലോചിക്കാൻ കൂടി എന്തില്ല, വകുപ്പില്ല. മറ്റൊരു സൂറത്തിൽ അള്ളാഹു പറയുന്നത് തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി, മലായികത്തുകളും റൂഹും എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് ഉയരും. ഫി യൗമിൻ, ഒരു ദിവസം, കാന മിഖ്ദാറുഹു 50 അൽഫ സന, 50,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസത്തിൽ മലക്കുകളും റൂഹും എല്ലാവരും എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് കയറി ചെല്ലുന്ന. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അതെന്താവും? ആ ദിവസം കുറയുന്ന. അത് അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ ഔദാര്യമാണ്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവും? വലിയ വലിപ്പുണ്ടാവും. മുഅ്മിനീങ്ങളുടെ ഹിസാബിനെ കുറിച്ച് പറയുന്നത് ളുഹറിന്റെയും അസറിന്റെയും സമയത്തിന്റെ ഇടയിലുള്ള സമയം ഉണ്ടല്ലോ, അത്രയായിരിക്കും മുഅ്മിനീങ്ങൾക്ക് ആ സമയം. വളരെ കുറച്ചായിരിക്കും മുഅ്മിനീങ്ങൾക്ക് എന്ത് ചെയ്യാം? സമയം അനുഭവപ്പെടുക. ഈമാനാണ് എന്ത് ചെയ്യാം? നമ്മളെ പിടിച്ചു നിർത്താനാണ്. എത്രത്തോളം ഈമാൻ ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ നമുക്ക് രക്ഷയുണ്ടാവുക. എന്നിട്ട് അല്ലാഹു പറയാണ്, ذلك عالم الغيب والشهادة العزيز الرحيم. ذلك عالم الغيب والشهادة العزيز الرحيم. ذلك عالم الغيب والشهادة. അള്ളാഹു ആലിമുൽ ഗൈബ്. ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താ? അദൃശ്യം, നമുക്ക് കാണാത്തത്. അദൃശ്യം അറിയുന്നവനും വശഹാദ, ഗൈബിന്റെ നേരെ ഓപ്പോസിറ്റ്, ദൃശ്യം അറിയുന്നവനും. അപ്പൊ അള്ളാഹു അദൃശ്യവും അറിയുന്നു, ദൃശ്യവും അറിയുന്നു. അവിടെ ആദ്യം ഗൈബിനെ പറഞ്ഞത്, അദൃശ്യത്തെ ആദ്യം പറഞ്ഞത്. കാരണം അദൃശ്യം അറിയുന്നവർ എന്തായാലും എന്തറിയും? ദൃശ്യം അറിയും. അതുകൊണ്ടാണ് ഗൈബ് ആദ്യം മുന്തിച്ചത്. ആലിമുൽ ഗൈബി വശഹാദ. എന്നിട്ടോ അൽ അസീസു അർ-റഹീം. അല്ലാഹു അസീസാണ്, പ്രതാപമുള്ളവനാണ്. അല്ലാഹു ഇസ്സത്തുടയവനാണ് അല്ലാഹു. അതോടൊപ്പം തന്നെ എന്തുണ്ട്? അർ-റഹീം, അല്ലാഹു കാരുണ്യവാനുമാണ്. ഇസ്സത്ത് മാത്രമല്ല, അല്ലാഹുവിന് അതോടൊപ്പം തന്നെ കാരുണ്യവുമുണ്ട്. എന്നാൽ മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനല്ല. മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനല്ല. മനുഷ്യന്മാർക്ക് അസീസും റഹീമും ആകാൻ എന്ത് ചെയ്യൂല? സാധിക്കൂല. അത് അല്ലാഹുവിന് മാത്രം സാധിക്കുന്നതാണ്. കാരണം ഒരു മനുഷ്യനെപ്പോഴാണ് റഹീമാവുക? നമുക്ക് കാരുണ്യം ഉണ്ടാവില്ല. എപ്പോഴാണ്? സ്വാഭാവികമായിട്ടും പ്രതാപമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ കരുണ കാണിക്കും. എന്നാൽ പ്രതാപമുള്ളവനോ അവൻ എന്ത് ചെയ്യൂല? കരുണ കാണിക്കുകയില്ല. നമ്മൾ കരുണ കാണിക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഒരു വലിയ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ ഏറ്റുമുട്ടാൻ വരികയാണെങ്കിലോ നമ്മൾ അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കുമോ? ഇല്ല. നമ്മളിങ്ങനെ കുറച്ചൊന്ന് താഴ്ന്നു നിൽക്കും. കാരണം നമുക്കെന്തില്ല? പ്രതാപമില്ല. അവിടെ നമുക്ക് പ്രതാപമില്ല. എന്നാൽ നമ്മൾ വലുതാണ്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾ ചെറുതാണെങ്കിലോ ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടു എന്നൊക്കെ വരും. കാരണം എന്തുകൊണ്ടാണ്? നമുക്കാണ് എന്ത്? ഇസ്സത്തുള്ളത്. അപ്പൊ അള്ളാഹു അസീസുമാണ്, അതോടൊപ്പം തന്നെ അള്ളാഹു റഹീമുമാണ്. സൃഷ്ടികളോട് അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്. അതേ റബ്ബിനെ ഒരാൾക്കും അതിജയിക്കാൻ പറ്റാത്ത വിധം ഉന്നതനാണ് ആര്? നമ്മുടെ റബ്ബ്. അപ്പൊ അള്ളാഹു അസീസാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമുക്ക് ഇസ്സത്ത് എന്തിലൂടെ ലഭ്യമാവുള്ളൂ? അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ ഇസ്സത്ത് ലഭിക്കുള്ളൂ. അതല്ലാതെ ദീനല്ലാതെ ദുനിയാവ് കൊണ്ട് ഇസ്സത്ത് ലഭിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓൻ വിഡ്ഢിയാണ്. ഒരിക്കലും ദുനിയാവ് കൊണ്ട് എന്ത് ചെയ്യൂല? നമുക്ക് പ്രതാപം ലഭിക്കുകയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് അതാണ്, ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ, നമ്മൾ നിന്ദ്യരായ ഒരു സമുദായമായിരുന്നു, സമൂഹമായിരുന്നു. പക്ഷേ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമുക്ക് ഇസ്സത്ത് നൽകിയത് ഇസ്ലാമിലൂടെയാണ്, നമുക്ക് പ്രതാപം നൽകിയത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത് സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. അതിനുശേഷം അള്ളാഹു പറയുന്നത്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇനി മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. അല്ലദീ, അല്ലാഹു എങ്ങനെയുള്ളവനാണ്? അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു, അല്ലാഹു എന്തിനൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതൊക്കെ അങ്ങേയറ്റത്തെ ഇഹ്സാനോട് കൂടിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇത്ഖാൻ, വളരെ കൃത്യമായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്.
ഓരോന്നിനും എന്താണോ വേണ്ടത് അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സൃഷ്ടിക്കും നൽകിയിട്ടുണ്ട്. ഓരോ സൃഷ്ടിക്കും അവർ ശ്വസിക്കുന്ന രീതി, അതിനനുസരിച്ചിട്ടാണ് അവരുടെ ശരീരപ്രകൃതം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവനായ റബ്ബ് അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖ. ഓരോ സൃഷ്ടികളെ കുറിച്ചും ജീവജാലങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവം എന്ത് ചെയ്യും, ബോധ്യപ്പെടും. അത്രയും വളരെ കൃത്യമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചിലതിന്റെ റിസ്കൊക്കെ അള്ളാഹു വെച്ചിട്ടുള്ളത് നമുക്ക് അത്ഭുതം തോന്നും. ചില ജീവികളുടെ പല്ലിൽ എന്ത് ചെയ്യാറുണ്ട്, ചില കാര്യങ്ങൾ വരാറുണ്ട്, ഒരു വൃത്തികെട്ട കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനെയാണ് എന്ത് ചെയ്യാം, ചില മറ്റു ജീവികൾക്ക് ഭക്ഷണമായിട്ട് അതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അള്ളാഹു വെച്ചിട്ടുള്ളത്. അപ്പൊ അത്രയും വളരെ കൃത്യമായി വ്യക്തമായിട്ടാണ് അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തിനേറെ മനുഷ്യന്റെ അവന്റെ ഘടനയിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യം എന്ത് ചെയ്യും, നമുക്ക് ബോധ്യപ്പെടുന്ന. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പഠനത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും അവൻ എത്തിപ്പെടാൻ ആരിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്, റബ്ബിലേക്കാണ് എന്ത് ചെയ്യാം, എത്തിപ്പെടുക. എന്നിട്ട് പറയാം അള്ളാഹു ആരംഭിച്ചു ഖൽഖൽ ഇൻസാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അപ്പൊ മനുഷ്യൻ എന്ന വർഗത്തിന്റെ സൃഷ്ടിപ്പ് അള്ളാഹു ആരംഭിക്കുന്നത് മിൻ തീൻ, കളിമണ്ണിൽ നിന്നാണ് അള്ളാഹു ആരംഭിക്കുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതാണ് അള്ളാഹു ആദ്യം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്തിലാണ്, കളിമണ്ണിലാണ്. അപ്പൊ അതിനുശേഷം ഇനിയും കുറച്ച് ആയത്തുകൾ ചേർന്ന് എടുക്കേണ്ട ആയത്തുകളാണ്. അപ്പൊ ഇതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആയത്തുകൾ. ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാ രാത്രിയും നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്താണ്. നമ്മൾ ഇതിന്റെ വിശദീകരണം എടുക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ വിശദീകരണം അതിന്റെ ആശയം നമ്മുടെ മനസ്സിൽ വരണം. അപ്പൊ അതിന്റെ ആശയം അറിഞ്ഞ് ഓതുമ്പോൾ എന്തുണ്ട്, അതിനൊരു സമാധാനവും അതിലൊരു ആസ്വാദനവുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റമദാനിന്റെ വേളയിൽ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന് പ്രാധാന്യം നൽകിയിട്ട് മുന്നേറുന്നത്. മലക്കുകളുടെ സാന്നിധ്യമുള്ള ഒരു സദസ്സാണ്. റമദാനിൽ ഒരാൾ ചെലവഴിക്കുന്ന സമയത്തിൽ ഏറ്റവും ഉന്നതമായ സമയം എന്താണ്, ഖുർആനിലൂടെ ചെലവഴിക്കുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നമ്മുടെ സ്വാലിഹായ കർമ്മത്തിന്റെ രേഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.